നടി അപർണ നായർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അപർണ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇവിടെ പറയുന്നത്. നാടകങ്ങൾ തന്നെ എടുത്ത് നമ്മൾ പറയേണ്ടതില്ല, ഛായാമുഖിയൊക്കെ. താങ്കൾ കൂടി ഭാഗവാക്കായ മുഹൂർത്തങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ആ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ, ആ കഴിവ് അദ്ദേഹത്തിൻ്റെ, പ്രശാന്ത് നാരായണൻ്റെ, ഇതൊക്കെ എങ്ങനെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നു? എനിക്ക് തോന്നുന്നു സാറിനെ കുറിച്ച് ആലോചിക്കുമ്പം ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. കാരണം 20ാമത്തെ വയസ്സിലാണ് സാർ ആദ്യത്തെ ആട്ടക്കഥ എഴുതുന്നത്, വെറും 20 വയസ്സുള്ളപ്പം. അപ്പം ഞാൻ ഈ ഛായാമുഖിയിൽ ചേരുന്ന സമയത്ത് എനിക്ക് നാടകത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരു ചെറിയ പ്രായത്തിലാണ് ഞാൻ ഛായാമുഖിയിൽ ജോയിൻ ചെയ്യുന്നത്. സാറാണ് ഒരു 2 മാസത്തെ പരിശീലനത്തിന് എനിക്കത് ചെയ്യാനുള്ള എല്ലാ രീതിയിലും സപ്പോർട്ടും ട്രെയിനിങ്ങും തന്ന് എന്നെ ആ സ്റ്റേജിൽ കയറ്റിയത് സാറിൻ്റെ ഒരൊറ്റ ആളുടെ എന്താ പറയുക ഡെഡിക്കേഷൻ കൊണ്ടാണ്. അപ്പം ഇറ്റ്സ് വെരി എന്താ പറയുക ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു നഷ്ടം കൂടിയാണ് സാറിൻ്റെ മരണം. തീർച്ചയായും അങ്ങനെ പെട്ടെന്നുള്ള ഒരു പോക്കായിപ്പോയി. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇനി എത്രയോ കാലം നീങ്ങേണ്ടതാണ്, എത്രയോ സംഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ നമുക്ക് കലാരംഗത്തായാലും എത്രയോ കഴിവുകൾ ഇനിയും പ്രകടിപ്പിക്കേണ്ടതാണ്, സംഭാവനകൾ കിട്ടേണ്ടതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതെ അതെ സാറിനെ ഞാൻ കണ്ടിട്ട് കുറച്ചായി. നമ്മൾ ഛായാമുഖി ചെയ്യുമ്പം നമ്മൾ എന്താ പറയാ ഒരു കുടുംബം പോലെ 2.5 മാസം അവിടെ നിന്ന് ഈ പരിശീലനമൊക്കെ ചെയ്ത് ആ സമയത്തൊക്കെ ആ സമയത്തെ സാറിന് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇത്ര സീരിയസ് ആയിട്ടുള്ള എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും തന്നെ അവസാനമായിട്ട് സാറിനെ കണ്ടത് സ്ക്രീനിലാണ്, നിഴൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് സാറിനെ കാണുന്നത്. ഒരുപാട് വർഷമായി കണ്ടിട്ട്. അപ്പം ഞാനിത് മധുറൂമിന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് സാർ ഇങ്ങനെ മരിച്ചു എന്ന്. അപ്പം എൻ്റെ ഒരു ഷോക്കിലാണ്.